ഈ സ്പീഡ് പാട്ടുകൾക്ക് അപ്പുറത്തേക്ക് ചില പാട്ടുകളൊക്കെ പോയൻവിയുടെ തന്നെ എന്റെ മൺവീണയിൽ കൂടെയാണ് ഞാനൊരു മൗനം, നേരം പുലരുമ്പോൾ എന്നുള്ള പറഞ്ഞ പടം, KP കുമാരൻ. വേറൊരു ശബ്ദമാണ്. അതെ അല്ലേ? അത് തന്നെ. അതിലധികം ഓർക്കസ്ട്ര ഇല്ലല്ലോ, അത് കാരണം തന്നെ നല്ല ഇതാണ്, കേട്ടിരിക്കാൻ ഭയങ്കര സുഖം. ബേസ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന സാധനമാകുമ്പോ എന്റെ മൺവീണയിൽ കൂടെയാണ് ഞാനൊരു മൗനം എന്നൊക്കെ പറയുമ്പോഴല്ലോ പറന്നു വന്നു. ഓ പറന്നു നമ്മള് അത് ചില സ്പീക്കേഴ്സ് ഒക്കെ ഇതിങ്ങനെ ശബ്ദം കേൾക്കും. അത്രയ്ക്കും ബേസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അമ്മ ഇനി നമുക്ക് ശരിക്കും സത്യനന്ദിക്കാട് സാറുമായിട്ട് ഒത്തിരി പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. സാർ എഴുതിയ പാട്ട് ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. അപ്പോ സത്യൻ സാറുമായിട്ടുള്ള ഒരു കോംബോയെ കുറിച്ച് എന്താണ് ജോൺസൺ മാഷിന്റെ അഭിപ്രായമായിരുന്നത്? അവര് ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. എന്തുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ പോലത്തെ ഇതായിരുന്നു, കൂട്ടായിരുന്നു. എല്ലാ പടത്തിനും ചേട്ടൻ ചെയ്യണത്. ഓരോ പടങ്ങളും പിന്നെ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര തിരക്കൊക്കെ പിടിച്ച സമയത്ത് സത്യം തന്നെ പറയും, താൻ കുറച്ച് ദിവസം എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിൽക്ക്. അപ്പം ഞങ്ങൾ എവിടെയെങ്കിലും ഊട്ടിയോ കൊടൈക്കനാലോ അങ്ങനെ എവിടെയെങ്കിലും കുറച്ച് ദിവസം മാറി നിന്നിട്ട് വന്നിട്ട് ഫ്രഷ് ആയിട്ട് ഇരുന്നാൽ മതി എന്നൊക്കെ പറയും. അങ്ങനെ തുറന്നു പറയാൻ പറ്റിയൊരു ഇതായിരുന്നു. പിന്നെ അതുപോലെ ലാസ്റ്റ് ആയപ്പോൾ സത്യൻ്റെ പടം വേറെ ആരോണ്ട് വെച്ച് ചെയ്തപ്പോൾ സത്യം അപ്പം ചേട്ടൻ പറഞ്ഞു, നമ്മള് അങ്ങനെയല്ല ഫ്രണ്ട്സ് അല്ലല്ലോ, പടം വർക്ക് ചെയ്തുകൊണ്ട് മാത്രമല്ലല്ലോ നമ്മളല്ലാണ്ട് ഫ്രണ്ട്സ് അല്ലേ, പിന്നെ അതിലൊന്നും ഒരു ഇതും വിചാരിക്കാനില്ല. അപ്പൊ പറഞ്ഞു ഇങ്ങനെ അത് കുഴപ്പമില്ലല്ലോ, അതിനെ പടം ചെയ്തില്ലെങ്കിലും നമ്മള് സുഹൃത്തുക്കളായിരിക്കും. സത്യൻ സാർ എഴുതിയിട്ടുള്ള വിശ്വം കാക്കുന്ന നാഥ രസമുള്ള പാട്ടാ. എനിക്ക് തോന്നുന്നു ഭക്തിഗാനങ്ങളില്, ക്രിസ്തീയ ഭക്തിഗാനങ്ങളില് പ്രധാനപ്പെട്ട പാട്ട്. അത് വന്നു കഴിഞ്ഞപ്പോ അമ്മയുടെ അഭിപ്രായം എന്തായിരുന്നു? എനിക്ക് ഭയങ്കര ഇഷ്ടം. മോള് എപ്പോഴും പാടുമായിരുന്നു ആ പാട്ട്. മോള് നാട്ടിൽ വരുമ്പോ ഞങ്ങള് ഇവിടെ വന്നേ പിന്നെ കേട്ടോ, അപ്പൊ പള്ളിയിലൊക്കെ പോകുമ്പോ ഇവിടെ കയറി ഒരു പാട്ട് പാടും. ഈ പാട്ടായിരിക്കും എപ്പോഴും പാടുന്നത്. പള്ളിയിൽ പാടാൻ പറ്റുന്ന പാട്ട്. അതെ, അല്ല അതും പള്ളി സിറ്റുവേഷനിലാണ് അത് പാടുന്നത്. ജയറാം പാടുന്ന പോലെയല്ല പെങ്ങളുടെ കല്യാണത്തിന്. അപ്പൊ അതൊക്കെ കൊണ്ട് പള്ളിയില് പള്ളിക്കാരെ അലവ് ചെയ്യും ഒരു ഭക്തിഗാനം മാത്രമല്ല പക്ഷേ. വിശ്വം കാക്കുന്ന നാഥ വിശ്വൈകനായക ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ നിന്നാത്മചൈതന്യം നിറയ്ക്കൂ ആത്മചൈതന്യം നിറയ്ക്കൂ. സത്യനന്ദിക്കാട് സാറിന്റെ ആദ്യമായി കണ്ട നാൾ അത് ഭയങ്കര രസമുള്ളൊരു, എനിക്ക് അതെ അതെ ഒത്തിരി പ്രാവശ്യം ബാത്റൂമിൽ പാടി പരാജയപ്പെട്ടിട്ടുള്ള പാട്ടുകളിലും ആദ്യമായി തുടങ്ങാനേ നിങ്ങളിതിങ്ങനെ പാടും, നമുക്ക് ഈ കിട്ടില്ല. അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ പാടി മുഴുവിക്കാൻ ശ്രമിക്കും. അതേപോലെ സിന്ദൂരം പെയ്തിറങ്ങി അല്ലേ, ഓ ഭയങ്കര രസ. അതെങ്ങനെയായിരുന്നു? സിന്ദൂരം പെയ്തിറങ്ങി പവിഴമലയിൽ മന്ദാരം പൂത്തൊരുങ്ങി ഹരിതവനിയിൽ. അതുപോലെ ഇതില് പിൻഗാമിയിലൊരു പാട്ടില്ലേ, വെണ്ണിലാവോ ചന്ദനമോ. പഴയ കാലഘട്ടം കാണിക്കാൻ പറ്റുന്ന നൊസ്റ്റാൾജിക് ആയിട്ടുള്ള സാധനം വരുന്നത്. സത്യനന്ദിക്കാട് സാറിന്റെ വരവേൽപ്പിനകത്ത് വെള്ളാരപ്പൂമലവേലി സാധനല്ലേ, വെള്ളാരപ്പൂമലമേലേ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂ മൂടിച്ചൂടി മുകിലാരപ്പട്ടു ചുറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ. ഇത് കൈതപ്രം തിരുമേനി തന്നെ പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. കൈതപ്രം സാറ് ഈ സിനിമയോട് കൂടിയാണ്
ഇവരുടെ കോംബോ തുടങ്ങുന്നത്. അതെ അതെ, കൈതപ്പുറവും ചേട്ടനും കൂടിയുള്ള ആദ്യത്തെ പടം അതാണ്. ഉം. ആ പാട്ടിന്റെ സീനില് ചേട്ടനുണ്ട്. ബസ് സീനിലുണ്ട്, അമ്പലത്തിന്റെ അടുത്തോടെ പോകുമ്പോൾ ബസ് യാത്രക്കാരനായിട്ട്. അതെന്തായിരുന്നു അങ്ങനെ കൗതുകത്തോടെ? അല്ല, ചേട്ടനപ്പൊ കമ്പോസിങ് സത്യന് ഒരു പാട്ടും കൂടി എടുക്കണമെന്ന് പറഞ്ഞിട്ട് നാട്ടിലേക്ക് പോയി ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് കമ്പോസിങ് വെച്ചിട്ട് അങ്ങനെ പോയതാണ്. അപ്പൊ പിടിച്ചിരുത്തിയതാ. അപ്പൊ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞോ എന്താ പറഞ്ഞു, ഞങ്ങളൊക്കെ കളിയാക്കിയായിരുന്നു അഭിനയം തുടങ്ങി. അഭിനയം മാത്രമല്ല, ഇടയ്ക്ക് പാട്ടും പാടുന്ന പരിപാടി ഉണ്ടായിരുന്നു. അതെ, സ്റ്റേജിലൊക്കെ പാടും. സ്റ്റേജിൽ പാടണമെന്ന് നിർബന്ധമായിരുന്നു. അതെ അതെ അതെ. ഫീമെയിൽ വോയിസിൽ പാടുന്ന ആദ്യം കല്യാണത്തിന് മുൻപൊക്കെ ക്ലബിലുണ്ടായിരുന്ന സമയത്ത് ഫീമെയിൽ വോയിസ്, വോയിസ് ഓഫ് ടീച്ചറിലുണ്ടായിരുന്ന സമയത്ത് ഫീമെയിൽ വോയിസിൽ പാടുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് റഹ്മാൻ സാറിനോട് ഒരു അവസരം ചോദിച്ചൊരു പാട്ട്. റഹ്മാന്റെ ഒരു പാട്ടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു തീക്കുരുവി എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ് പാടിയിരിക്കുന്നത്. അത് അങ്ങോട്ട് ചാൻസ് ചോദിച്ചതാണല്ലേ? അതറിയോ? അതെനിക്കറിയില്ല. അങ്ങനെ ജോൺസൺ മാഷ് പറഞ്ഞിട്ടുണ്ട്. നിന്റെ പാട്ട് പാടിയ എല്ലാം ഹിറ്റ് ആവുമല്ലോ, അതുകൊണ്ട് എനിക്കൊരു പാട്ട് തരുമെന്ന് ചോദിച്ചതാണ് അത്രേ. ശരിക്കും മാഷിന്റെ ശിഷ്യനായിരുന്നല്ലോ റഹ്മാൻ. ശിഷ്യനായിട്ടല്ല, ചേട്ടന് പ്ലേ ചെയ്യാൻ വന്നിട്ടുണ്ട്, കീബോർഡ് പ്ലേ ചെയ്യാൻ വന്നിട്ടുണ്ട് ആദ്യം. റഹ്മാൻ സിനിമയിലേക്ക് ചെയ്യണേക്ക് മുമ്പേ അതെ, ഓർക്കസ്ട്രയ്ക്ക് പ്രോഗ്രാമിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. അതെ അതെ. അപ്പൊ ആദ്യമൊന്നും വായിച്ചത് ശരിയായിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ പുള്ളി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു എന്നൊക്കെയാ വായിച്ച് കേട്ടിട്ടുള്ളത്. അതേപോലെ സത്യൻ സാറിന്റെ ചൈത്രനിലാവിന്റെ പൊൻപീലിയാൽ മഴവില്ലിൻ നിറമേഴും ചാലിച്ച് എന്ന് പറയുന്ന പാട്ടില്ലേ, അതെങ്ങനെയായിരുന്നു? ചൈത്രനിലാവിന്റെ പൊൻപീലിയാൽ. നിങ്ങള് പരസ്പരം വഴക്കൂടുന്ന, അധികം സംസാരിക്കാത്ത ഒരു പ്രകൃതമൊക്കെയാണോ അമ്മയ്ക്കുള്ളത്? അല്ല, അങ്ങനെയില്ല. ഇടയ്ക്കൊക്കെ വഴക്കൊക്കെ ഉണ്ടാവും. വഴക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ വഴക്കല്ല. ഞാൻ വഴക്കിട്ടാലും ചേട്ടൻ മൈൻഡ് ചെയ്യില്ല. പിന്നെ ഞാൻ വഴക്കിട്ടിട്ട് എന്താ കാര്യം? അത് കുറച്ചു നേരം മിണ്ടാതെ ഞാൻ തന്നെ പോയി മിണ്ടണം. പിന്നെ അങ്ങനെ വഴക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പൊ സുജാത ചേച്ചിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, പാട്ട് ശരിക്ക് പഠിച്ചു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, ഇല്ലെങ്കിൽ ദേഷ്യമൊക്കെ വരും. അതെ, ചേട്ടൻ്റെ റെക്കോർഡിങ്ങിന്റെ സമയത്ത് അതെ, ബാലൻ എന്ന് പറഞ്ഞൊരു തബലിസ്റ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര ഇതുള്ള തബലിസ്റ്റ്. അയാളെ എപ്പോഴും ആ ടേക്കിന്റെ സമയത്ത് തെറ്റിക്കും. റിഹേഴ്സലിനൊക്കെ കറക്റ്റ് ആയിട്ട് വായിക്കും. ടേക്കിന്റെ സമയം എന്തെങ്കിലും ഒരു ശബ്ദം അപസരം വരും, അപ്പോഴേക്കും ചേട്ടൻ ദേഷ്യം വന്നിട്ട് മൈക്ക് സ്റ്റാൻഡ് വരെ എടുത്തിട്ടുണ്ട് റിയാൻ. അത് അന്നൊക്കെ പിന്നെ ഇങ്ങനെ പീസായിട്ട് എടുക്കലല്ലോ, ഒറ്റ സ്ട്രെച്ച് ആദ്യം മുതൽ ഇങ്ങനെ എടുക്കലാണല്ലോ. അപ്പൊ ഒരാള് തെറ്റിച്ച എല്ലാരും പാട്ടുകാരൻ വരെ നിന്ന് രണ്ടാമത് ഇതെടുക്കണ്ടേ. ആ ഇതില് വീട്ടില് ദേഷ്യപ്പെടുന്നില്ല? വീട്ടിൽ അത്യാവശ്യമൊക്കെ ദേഷ്യപ്പെടും. വേറെ അങ്ങനെ അതങ്ങനെ വെച്ചോണ്ടിരിക്കില്ല. എന്തെങ്കിലും ദേഷ്യം തോന്നിയാൽ പറഞ്ഞാൽ അപ്പൊ തീരും. എന്തുണ്ടെങ്കിലും ഇങ്ങനെ തുറന്ന് പറയുമായിരുന്നു. അതുകൊണ്ട് പിന്നെ നമുക്ക് പ്രശ്നമില്ല. ഓപ്പൺനെസ് കുട്ടികൾക്കൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ? ഇല്ല ഇല്ല. മോളായിരുന്നു ചേട്ടന്റെ കമ്പനി. മോൻ എൻ്റെ അടുത്തായിരുന്നു ഭയങ്കര ഇതായിട്ട്. എന്നിട്ട് ചേട്ടൻ എപ്പോഴും പറയുമായിരുന്നു, ഇവന് വല്ല ജോലിയും കിട്ടിയാലും നീ പോയി അടുത്തിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ അവൻ ജോലിക്കൊന്നും അവൻ എല്ലാത്തിനും അമ്മയുടെ വാലെ പിടിച്ചാണ് അവൻ നടക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പറയുമായിരുന്നു. പക്ഷെ അവന് പഠിത്തം കഴിഞ്ഞ അപ്പൊ തന്നെ ക്യാമ്പസ് ഇന്റർവ്യൂവിൽ ജോലി കിട്ടി. അവന് MSc CT ആണ് ചെയ്തത്. അത് കഴിഞ്ഞ് അവിടെ വെച്ച് തന്നെ ജോലി കിട്ടി. പിറ്റേ ആഴ്ച തുടങ്ങി ജോലിക്ക് പോകാൻ തുടങ്ങി.